പെട്ടെന്ന് അവന് ശ്വാസം കിട്ടാണ്ടേ അവന് പിന്നെ ചിക്കൻ തിന്നപ്പോ എല്ല് കുടുങ്ങിയതാ. എല്ല് കുടുങ്ങിയിട്ട് അവിടുന്ന് ഒരു പഴമൊക്കെ വാങ്ങി കഴിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ശ്വാസം കിട്ടാണ്ടായി. മെഡിമാളിൽ ഇങ്ങനെ അറിയില്ലല്ലോ, മെഡിമാള് ഞങ്ങളെ അടുത്ത് തുടങ്ങി എന്നല്ലാണ്ട് അവിടേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. ഇങ്ങനെ പെട്ടെന്ന് ഓടി ചെല്ലുമ്പോ അവിടെ ഡോക്ടർ ഉണ്ടാവും ഒന്നും അറിയില്ല. അവിടെ ചെന്നപ്പോ മനസ്സിലായി ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ ഞങ്ങളടുത്ത് വന്നതിന് വളരെ എന്താ പറയാ അഭിമാനിക്കുകയാണ്. ആദ്യമായിട്ട് മെഡിമാളിൽ പോയപ്പോ എന്റെ മോനിങ്ങനെ പെട്ടെന്ന് ശ്വാസം കിട്ടാണ്ടാണ് ഞാൻ ചെന്നത്. രാത്രി ചെന്നപ്പോ അവിടെ ചെന്ന് കാണിച്ചു നോക്കിയപ്പോ നല്ല സഹകരണമായിരുന്നു ഡോക്ടറാണെങ്കിൽ ഒപ്പത്തിനൊപ്പം ഉണ്ട്. CT സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, അതിനെല്ലാം ഡോക്ടറും കൂടെ വരുന്നത്. ഇത്ര നല്ല ഒരു സേവനം ആണ് അവിടെ ലഭിക്കണമെന്ന് അവിടെ അന്ന് രാത്രി ചെന്നപ്പോഴാണ് അറിയണത്. അവിടുത്തെ ഓരോ സ്റ്റാഫും നല്ല സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. ഓരോ വന്ന് നമ്മളെ കൂടെ വന്ന് ചോദിക്കുന്നതും ഒക്കെ കേട്ടാല് ഭയങ്കര ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ചെന്നാലോ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല, അവിടെ ചെന്നാൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. നമ്മള് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കരുതി പുറത്തെവിടെങ്കിലും അവൻ വിചാരിച്ചു. അല്ല, അതും അതിൻ്റെ ഉള്ളിലുണ്ട്, എക്സ്റേ അതിൻ്റെ ഉള്ളിലുണ്ട്. ഹസ്ബൻഡിന്റെ പെങ്ങൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായപ്പോ അവർക്ക് മാമോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. പൈസയ്ക്കും പാവപ്പെട്ടവർക്ക് പറ്റിയ ഹോസ്പിറ്റലാണ്. വളരെ കുറഞ്ഞ ചാർജേ ആയിട്ടുള്ളൂ. ആരോഗ്യത്തിന്റെ വിളക്ക് തെളിഞ്ഞു കോട്ടപ്പടിയിലെ